നമുക്കിന്നൊരു റവ ഉപ്മാവ് ഉണ്ടാക്കാം. അപ്പോൾ അതിനൊരു 2 ഗ്ലാസ് റവ എടുത്ത് ഞാൻ വറുത്തെടുക്കുകയാണ്. വറുത്ത റവ തന്നെയാണ്, എന്നാലും നമ്മളൊന്ന് വറുത്തെടുക്കണം, എന്നാലും അതിനൊരു ടേസ്റ്റ് ഉണ്ടാവാം. കുറേ വറുക്കണില്ല കേട്ടോ, ഞാനൊന്ന് ഇതായിട്ടെടുക്കാണ്. അപ്പോൾ ഇതിൽ ഞാനൊന്ന് ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അപ്പു ഉണ്ടല്ലോ ഇവിടെ, അപ്പോൾ എപ്പോഴും അവരെ കണ്ടിട്ടാണ് അപ്പുവിനെ കണ്ടിട്ടാണ് ഞാനെപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുക. അപ്പോൾ ഇത് വറുത്ത് നമ്മൾ മാറ്റിയതിന് ശേഷം ഞാനിത് ഉണ്ടാക്കുന്നത് നെയ്യിലാണ്. അപ്പോൾ ഒരു ചട്ടി വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ നെയ്യ് കഴിക്കണം എന്നാണ് പറയുന്നത്. നെയ്യ് നമ്മൾ പണ്ട് കാരണന്മാരൊക്കെ ഇങ്ങനെയാണ്, നമുക്ക് പരിപ്പും നെയ്യൊക്കെ കൂട്ടിയിട്ടാണ് ചോറൊക്കെ തരും. ഇപ്പോൾ മക്കൾക്ക് കൊടുത്താൽ അവരത് കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറുക കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഇതൊക്കെ അവരുടെ ഉള്ളിൽ ചെല്ലിക്കാം. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് കിസ്മസ് ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ വേറെ നട്ട്സുകളൊക്കെ ഇടാം കേട്ടോ. ഇവിടെ അപ്പു അത് കുറേശ്ശെ അങ്ങനെ കഴിക്കും, തന്നെ കൊടുത്താലും. അങ്ങനെ ഞാൻ പിന്നെ അതിനത്ര ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാത്ത പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അതങ്ങനെ ചെന്നോളും. അപ്പോൾ ഈ നെയ്യിൽ നമുക്ക് കടുക് വറുത്തതിന് ശേഷം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് 2 സവാള ഇട്ട് കൊടുക്കാം. അത്ര വലിപ്പമുള്ള സവാള ഇല്ല കേട്ടോ, ഒരു മീഡിയം ടൈപ്പാണ്. അങ്ങനെ 2 സവാള ഇട്ടിട്ട് നമുക്കത് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കതിൽ ഉപ്പിട്ട് കൊടുക്കാം. മാവിനാവശ്യമുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് നോക്കിയിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള വേഗമായി വന്നോളൂ. അപ്പോൾ സവാള വല്ലാണ്ട് മൊരിഞ്ഞൊന്നും വരണ്ട, ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പിലയൊക്കെ നമ്മൾ ഇത്തിരി അധികം ഇടണം, നല്ലതാണ് കറിവേപ്പില, അതിൻ്റെ മണത്തിനും. അപ്പോൾ ഞാനിത്തിരി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ല, അപ്പോൾ ഞാൻ ഇത്തിരി ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അതിൻ്റെ പച്ചമണം പോയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഞാൻ 2 ക്യാരറ്റ് ചീവി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലൊക്കെ ഈ ക്യാരറ്റിലൊക്കെ വൈറ്റമിൻ സി ഒക്കെ ധാരാളം ഉള്ളതാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടുവോളം വേണം, കാരണം അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ മുറിവും ചതവൊക്കെ ഉണ്ടാവുന്നതാണല്ലോ. വൈറ്റമിൻ സി അതിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വെറുതെ പച്ച കഴിക്കാൻ കൊടുക്കുക, അതാണ് മെയിനായിട്ട്. അതായത് ഇവർ കഴിക്കില്ല, അത് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും സൂത്രങ്ങളിൽ കൂടിയാണ് കഴിക്കുള്ളൂ. അപ്പോൾ അതിലത്തെ ഇതൊന്നും വൈറ്റമിൻസ് ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത്രേ വേണ്ടൂ, അല്ലാണ്ട് വെന്തതാവൊന്നും വേണ്ട. അപ്പോൾ അതിലത്തെ വൈറ്റമിൻസ് ഒന്നും നഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കതിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വയ്ക്കുക. അതിന് ശേഷം നമ്മളത് 2 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് അതിലേക്ക് തിളച്ച വെള്ളം, 2.5 ഗ്ലാസോളം വെള്ളം ഞാൻ തിളച്ചതൊഴിച്ചിട്ട് ഒന്നുകൂടി തിളയ്ക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് സ്വല്പം കുറവുണ്ട്, നമുക്ക് അതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് റവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ടത് വിടർത്തിയിട്ട് നമ്മുടെ വറുത്ത് വെച്ച
അണ്ടിപ്പരിപ്പും കിസ്മസൊക്കെ ഇട്ടിട്ട് നമുക്കത് എടുക്കാം. അപ്പോൾ തിളച്ച് വന്നിട്ട് നമുക്ക് അതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ ഉപ്പുമാവ് കഴിച്ചോളും. ഇതിലുള്ളതൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് അങ്ങനെ ഓരോ ഐറ്റംസ് നമ്മളങ്ങനെയാണല്ലോ ഒരു ശരീരത്തിൽ കയറ്റുക. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 മിനിറ്റ് അടച്ച് വയ്ക്കണം കേട്ടോ. അതിലേക്ക് എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മസ് ഇട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി. അപ്പോൾ ഞാനുണ്ടാക്കിയ ഉപ്പുമാവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക മക്കൾക്ക്. നമ്മൾ ഓരോന്നും ഉണ്ടാക്കുമ്പോഴും അതിൽ ഓരോന്നൊക്കെ ചേർത്ത് അവരുടെ ഉള്ളിലേക്ക് കയറ്റണം നമ്മൾ. അപ്പോൾ താങ്ക് യു. അപ്പോൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മസ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റിയായ ഉപ്പുമാവ്. താങ്ക് യു.